അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഉമ്മർക്കയും കൂടി ഇതാ പഴശ്ശി സ്കൂളിൽ, നമ്മളെ സ്വന്തം പഴശ്ശി സ്കൂളിൽ ബോട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വയലോട്ടേ നമ്മൾ ചെറുപ്പത്തിൽ നടന്നു പോയ ആ സ്കൂളിൽ, നമ്മളെ സ്കൂളിലേക്ക് പോകുന്ന വഴിയായത്. ഇതാ ഇതിലോട്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോയത്, പഴശ്ശി സ്കൂളിൽ. ഇവിടെ ചീരയെല്ലാം ഉണ്ട് കേട്ടാ, എല്ലാം ഉമ്മർക്കാ. പിന്നെ മൊത്തം പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രല്ലേ ഉള്ളൂ, വേറെ എവിടെ ആരും ഇല്ല അല്ലേ. അയ്യോ, നമ്മളെ ഷിയാബല്ലേ, അതെ ഷിയാബ്, അതാ ഷിയാബുണ്ട്. നമ്മളെ സുഹൃത്ത് സരി വരാമെന്ന് പറഞ്ഞേ, അവൻ പറമ്പത്ത് പോയിട്ടേ ഉള്ളത്. പിന്നെ പാസ്പോർട്ട് ഉണ്ട്, പാസ്പോർട്ട് വേണം പോലും, ഗൾഫുകാർക്ക് പ്രവാസികൾക്ക് പാസ്പോർട്ട്. ഷിയാബ് നീ ബോട്ട് ചെയ്താ? ഷിയാബ് ബോട്ട് ചെയ്ത്. ഉമ്മർക്ക നല്ല വെയിലും ചൂടുണ്ടല്ലോ ഉമ്മർക്ക. അപ്പോ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, മൊത്തം ചമയിച്ചിട്ടുണ്ട് അല്ലേ. പണ്ട് നമ്മൾ ഈ വഴി വരുമ്പോണ്ടല്ലോ ഉമ്മർക്ക, മഴ സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കയറും. ആ വെള്ളം കയറിയിട്ട് എന്താവും, നമ്മൾ ഇങ്ങനെ പകുതി വരെ വരൂ, പകുതി വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോക്കാം. ആ ചീരാട്ടുണ്ടല്ലേ, എന്താന്നല്ലേ, അടിപൊളിയായിന് എന്താന്ന്. അപ്പോൾ നമ്മൾ നേരെ പഴശ്ശി സ്കൂളിലേക്ക് പോകുന്നത്, നമ്മുടെ സ്വന്തം പഴശ്ശി. പിന്നെ ബോട്ട് ചെയ്തിട്ട് വരുന്നു, കുറേ കൊല്ലമായി ബോട്ട് ചെയ്തിട്ട്. സ്ലിപ്പ് കൊണ്ടേ അതിലല്ലേ, അതല്ല നമ്മുടെ പാലോ, ആ പാലം വഴിയല്ലേ പോണ്ടേ. ഓ ഇതിലൂട്ടിയാ, നമ്മൾ ആദ്യം അപ്പുറത്തേ പോക്കിട്ടാ. നിങ്ങൾ ഇവിടെ ഇപ്പൊ ചായ കുടിക്കാൻ വരുന്നുണ്ടോ സ്കൂളിലാടാ? ഉണ്ടല്ലേ. ഇപ്രാവശ്യം മഴ എങ്ങനെയാന്ന് കണ്ടറിയണം അല്ലേ. സാധാരണ വെള്ളം കയറലുണ്ട് ഇവിടെയെല്ലാം, കയറുന്ന തന്നെയാണ്. പണ്ടെല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന്, മീനെ പിടിക്കാൻ വരുത്ത് സ്കൂളിൽ മഴ സമയത്ത് ആകെ 2 ദിവസം ഉണ്ടാവും. പക്ഷെ ഇപ്പം കുട്ടികൾ ഇതിൽ നടന്നു പോക്ക് കുറവാന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം വണ്ടിയില്ലേ, എല്ലാവർക്കും വണ്ടിയായി. പിന്നെ സ്കൂളിൽ പഴശ്ശി LP സ്കൂളിൽ ബസ് തന്നെയുണ്ട്, ഫ്രീ ആയിട്ട് തന്നെയല്ലേ ബസ്. പൈസയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടും. പാഠപുസ്തകങ്ങൾ ഫ്രീ ഉണ്ട്. 1ാം ക്ലാസ് കുട്ടികൾക്ക് പിന്നെ കുടയുണ്ട്, സൈക്കിളുണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഉണ്ടായില്ല കേട്ടാ, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പം ആരാന്ന് പഴശ്ശി സ്കൂളിലെ ഹെഡ് മാഷേ? പണ്ട് നമ്മളെ നമ്പൂരി മാഷായിരുന്നു അല്ലേ. ആ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ. ഇതാ ചെറിയൊരു തോടാട്ടോ ഇത്, കുറച്ച് വെള്ളമുണ്ട് ഇവിടെ. മീനുണ്ടാവും ഇതില് ഉമ്മർക്ക? അതെ, കണ്ണിക്കുറി ചെറിയ സ്കൂളിൽ ബസ്. അങ്ങനെ നമ്മൾ പഴശ്ശി സ്കൂളിൽ എത്താനായിട്ടാ. ഇതാണ് പഴശ്ശി സ്കൂള്. ഓ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇവിടെ എല്ലാം. അല്ല നമ്മള് സ്കൂളിലേക്കല്ലേ പോന്നെ, എന്തേ അങ്ങനെ പോന്നേ? ഉമ്മർക്ക് ഇതേടി എന്നെ കൊണ്ടുപോകുന്ന പഠിച്ചവനെ. ഈ വഴി നേരെ പോയ എൻ്റെ ഇളയമാൻ്റെ വീട്ടിലെത്തും. ഈ വഴി ഏരത്തോട്ട്, എട്ടയാറ് എത്തണ്ട, പോന്തിയാട്ട് എന്ന് പറയുന്ന സ്ഥലം. ഇത് വാഴയല്ലേ, ഇത് ഇവിടെ പൊട്ടി വീണിട്ട്. പോവാ രാജിക്കാരെ കിണറാ വലുതാക്കിയാ. ഇവിടുന്ന് സ്കൂൾ പഴശ്ശി സ്കൂളിലെ കിണറ്, കുട്ടികൾക്ക് വെള്ളം. അങ്ങനെ ഉമ്മർക്ക ബോട്ട് ചെയ്ത് കുട്ടികളല്ലേ. പക്ഷെ പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായില്ലേനു. കളിസ്ഥലം അടിപൊളിയാക്കില്ല, സ്കൂളെല്ലാം വമ്പനും സ്കൂളാക്കിട്ടാ. എന്താ പുതിയതല്ലേ സംഭവം ആക്കീന് എല്ലാം. ഉമ്മർക്ക ബോട്ട് നിങ്ങൾ ചെയ്തില്ലേ? ഓ നമ്മളെ പാർട്ടിക്ക് തന്നെ ചെയ്തില്ലേ? അതെന്തായാലും നമ്മൾ പാർട്ടിക്ക് തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, അപ്പോൾ നമ്മളെ പാർട്ടി തന്നെ നമ്മളെ കൂടെ വേണം. ഉമ്മർക്ക ചായ വേഗം കുടിക്കാൻ. ഉമ്മർക്കോ ചായ വേഗം കുടിക്കുന്നു. ചായയും പഴവും
നൗഫൽ ഇവിടെ ഉണ്ടോ? ആ അതെ. എന്താ ഉള്ളത്? മോര് കുലിക്കുക. സൂപ്പറാ. ഇത് നിങ്ങൾ കുറേ തുടങ്ങിയിട്ടേ. എടാ അതിൻ്റെ സൗണ്ട് കുറച്ച് ഓഫ്. ആ ഓക്കെ. പിന്നെ വേറെന്താ ഉള്ളത്? ഇത് മാത്രമേ ഉള്ളൂ? കുറച്ചിടെ രാത്രി വേറെ ഉണ്ട്. പിന്നെ നീ എത്ര ക്ലാസ്സിലെ എക്സാം എഴുതിയത്? ഒന്നുമില്ലല്ലേ? പൈസയില്ല? എടാ അടിപൊളിയല്ലേ? ഓ ബേക്ക് തന്നെ ഫുള്ള് പോസ്റ്റർ ആണെന്നല്ല. നിങ്ങൾക്ക് ബോട്ടില്ലല്ലോ? മെല്ലെ 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 മുച്ചി കുടിച്ചിട്ട്. ഇത് പഴശ്ശിയിലെ നമ്മുടെ വയലിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെയാണ് പുതിയോത്ര എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അത് കണ്ണൂരുള്ള ആൾക്കാർക്കെല്ലാം അത് അറിയും. പിന്നെ പുതിയതറ മാർച്ച് മാസമാണ് നടക്കുന്നത്. പുതിയോത്ര മഹോത്സവം വമ്പ പരിപാടിയാണ്. പക്ഷേങ്കിൽ മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് അറിയുമെന്നറിയില്ല. പിന്നെ ഇവിടെയെല്ലാം ചെറുപ്പത്തിൽ നമ്മൾ നടന്നു പോയ വഴികൾ ഇവിടെ എല്ലാം ജൂൺ ജൂലൈ മാസം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അത്രയും പാട് വെള്ളമാണ് ഇവിടെ ഉണ്ടാവുക. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. പക്ഷെങ്കിൽ അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായിട്ട് കാണുമെന്ന് അറിയില്ല. ഇഷ്ടം പോലെ മാങ്ങ, നമ്പ്യാർ മാങ്ങ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പഴശ്ശി കുറ്റ്യാട്ടൂരുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. ഞാൻ കുറച്ച് ദൂരെ ഉള്ളത് ആവോത്ത് ശ്രീ മുത്തപ്പൻ മടപ്പുരയാണ്. നമ്മൾ ചെറുപ്പത്തിലെല്ലാം ഇവിടെയെല്ലാം വന്നിട്ടുണ്ട്. ഇതാ സ്ഥലം. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകണം. ഇത് ഒരു കാവാണ് പഴയത്, ധൈരോത്ത് കാവ് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, സമയമില്ല, ചോറ് ഒന്നുമില്ല, വിശക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ഇപ്പം ഉമ്മർക്ക ഞാനുമാണ് രാവിലെ വോട്ട് ചെയ്യാൻ വന്നത്. പിന്നെ അതിന് ശേഷം എൻ്റെ സുഹൃത്ത്, എൻ്റെ അയൽവാസി സരീനെ കൂട്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല വിശക്കുന്നുമുണ്ട്. ഇതാണ് വേറൊരു കാവ്, ആറൂല്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാവുകളും അമ്പലങ്ങളും പള്ളികളും ഉള്ള ഒരു നാടാണ് നമ്മുടെ മയ്യിൽ പഴശ്ശി, അതായത് കുറ്റ്യാട്ടൂർ പഴശ്ശി. ഇവിടെയെല്ലാം പൂജകളും ഉത്സവങ്ങളെല്ലാം നടക്കലുണ്ട്. പിന്നെ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പം അതിൻ്റെ പുതിയ വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഇതാ നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? UDF വരാൻ സാധ്യത ഉണ്ടെന്ന്. UDF വന്നിട്ട് എന്താ കാര്യം? അത് വന്നാൽ കാണാം. അത് അത്രമാത്രമോ? നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല? ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത്രയും നാള് നിങ്ങൾ മര്യാദക്ക് അരിയൊക്കെ ഇടുന്ന മനസ്സില്ലേ? നമ്മളെ റേഷൻ പീടിയിൽ നിന്ന് കൃത്യമായ അരിയും എണ്ണയെല്ലാം കിട്ടിയില്ലേ നിങ്ങൾക്ക്? അതിന് നിങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ മാറ്റി ചിന്തിക്കുന്നത്? മാറ്റാൻ പാടില്ല ഒരിക്കലും അല്ലേ? സുഖല്ലേ? അപ്പൊ നമ്മള് പിന്നെ കൂടെ നിൽക്കുക എല്ലാരും. ഓക്കെ, ബൈ.